അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് സാറേ കണ്ടീഷൻ? പാവങ്ങളുടെ മേലെ ചാപ്പ കുത്തുന്നതാണോ കണ്ടീഷൻ? ആ കണ്ടീഷൻ അത് ഉണ്ട്. ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് വെക്കുമ്പോൾ ആ വീടിന്റെ മുന്നിൽ ഒരു എംബ്ലം, അതായത് 10 കിലോമീറ്റർ ദൂരത്തുനിന്ന് കാണാൻ പാകത്തുനിന്ന് വലിപ്പമുള്ളൊരു എംബ്ലം വെക്കണം എന്ന് കേന്ദ്രവും കേരളവും BJPയും കോൺഗ്രസും കൂടി കൈകോർത്തുകൊണ്ട് അവരത് വെക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിലെന്താ തെറ്റ്? ശരിക്കും പറഞ്ഞാൽ അത് അവർ തരുന്ന ഔദാര്യമല്ലേ ഒരു വീട്? അപ്പോൾ അതിൽ വെക്കുന്നതിൽ എന്താ തെറ്റ്? വെക്കേണ്ടി വരും. LDF ഭരിച്ചിരുന്ന കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾ 5 ലക്ഷം ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കി ലൈഫ് മിഷന്റെ ഭാഗമായിട്ട്. അത് മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്ത സമയത്ത് അത് എല്ലാവരുടെയും അവകാശമായിരുന്നു. അതിപ്പോൾ ഭരിക്കുന്നത് ഞങ്ങളാണ്, അതായത് UDFും BJPയും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഭരിക്കുന്നത്. അപ്പോൾ ഭരിക്കുന്ന സമയത്ത് ഇത് പാവപ്പെട്ടവർക്ക് ഇനി അവകാശമല്ല, ഇത് ഭിക്ഷയാണ്, ഔദാര്യം. റോഡരികിൽ നിന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത് ഭിക്ഷയല്ലേ? നമ്മളത് കൊടുക്കുമ്പോൾ നമ്മുടെ വേണോ വേണ്ടയോ നമ്മളല്ല ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് നാണോ മാനോ ഉണ്ടാകാൻ പാടുമോ? അയാൾക്ക് ലജ്ജ തോന്നാൻ പാടുമോ? പാടില്ല. അപ്പോൾ ആ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ട് ചായ കുടിക്കും. അതുപോലെ വീടില്ലാത്ത നമ്മൾ, ഭവനമില്ലാത്ത നമ്മൾ, മഴയത്ത് കിടക്കുന്ന നമ്മൾ സർക്കാരിന് മുന്നിൽ കൈനീട്ടുമ്പോൾ അത് തരുന്നത് ഭിക്ഷയല്ലേ? അതിന് മാനായക്കുറവ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ശരിയായിരിക്കാം, കാരണം പാവപ്പെട്ടവൻ കൈനീട്ടുന്നത് ഭിക്ഷയായിട്ടാണ്. അവരതിനെ ഔദാര്യമായിട്ട് കണക്കാക്കിയാലും അതിനെ ഭിക്ഷയായിട്ട് കണക്കാക്കിയാലും തുല്യം തന്നെയാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. അത് ശരിയാണ് പറഞ്ഞത്. ആ MOU വെക്കുമ്പോൾ അംഗീകരിക്കേണ്ടി വരും, വേണം. ആ വലിയൊരു ബോർഡ് വെക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡ് എംബ്ലം വെക്കണം. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഫോട്ടോയും വെച്ചോളൂ, അദ്ദേഹമല്ലേ ഈ പൈസ തരുന്നത്. ഭവന നിർമ്മാണ പദ്ധതി 4 ലക്ഷം രൂപ പാസ്സാക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം രൂപയാണ് തോന്നുന്നു കേന്ദ്രം. അപ്പോൾ അങ്ങനെയാണ് 4 ലക്ഷം രൂപ തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൈകടത്തലോ അവകാശം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ VD സതീശൻ മേനോൻ അവകാശപ്പെടുന്നത് കേന്ദ്രം പറയുന്നത് എന്തോ അത് അനുസരിക്കണമെന്ന് തന്നെയാണ്. കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഒരേ ആൾ തന്നെയാണ്. നിങ്ങളാണത് കോൺഗ്രസ് ആണ് ചിന്തിച്ചത് തെറ്റിദ്ധരിക്കുന്നത്. അല്ല, ഇതെല്ലാം BJP തന്നെയാണ് ഭരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. അതെന്താ പിണറായി സഖാവ് കേന്ദ്രം ലോഗോ വെക്കണം പറഞ്ഞപ്പോൾ നിങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സഹായങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല അല്ലേ? വേണ്ടിവരില്ലായിരിക്കും. കേന്ദ്രത്തിന്റെ സഹായം വേണ്ടാത്തതുകൊണ്ടാണ് അന്ന് പിണറായി സഖാവ് നിങ്ങൾ പറയുന്ന കണ്ടീഷൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല, ലോഗോ വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. അതിനും വേണ്ട സാർ ഒരു ചങ്കൂറ്റം. അത് നിങ്ങൾക്കുണ്ടാകാം, എല്ലാവർക്കും അത് ഉണ്ടാകുന്നില്ലല്ലോ. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗോ വെച്ചിട്ട് ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 4 ലക്ഷം രൂപയാണ് ഭവനത്തിന് കൊടുത്തത്. 5 ലക്ഷം വീടുകൾ വയ്ക്കുകയും ചെയ്തു. ഒരു വീടിന്റെ മുന്നിലും എംബ്ലോ വെക്കാൻ കേന്ദ്രത്തിന്റെ സഹായം വേണ്ട എന്ന് തന്നെയാണ് പിണറായി സഖാവ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കേന്ദ്രം സഹായമായി തരുന്നത് വെറും 72,000 രൂപ മാത്രമാണ്. 4 ലക്ഷത്തിൽ 72,000 രൂപയാണ് കേന്ദ്രം തരുന്നത്. ഇങ്ങനെ ഒരു അപമാനം പാവങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ, ഈ ചാപ്പ കുത്താൻ ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ ചെയ്യില്ല, നിങ്ങൾ 72,000 വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ ആ പൈസ വേണ്ടാത്തതുകൊണ്ട് അംഗീകരിച്ചില്ല. അതുമാതിരി എല്ലാവരും ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാലോ? അതുമാതിരി ചങ്കുറപ്പുള്ള എല്ലാവർക്കും ഈ ചങ്കുറപ്പുണ്ടാകുമോ? കേരളം വന്ന് ഇരട്ടത്തങ്ങ എന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കാം. ഇന്ന് അത്രയും ചങ്കുറപ്പ് ഉള്ള ആരും തന്നെ കേരളം ഭരിക്കുന്നില്ല എന്ന് ഓർത്താ പോലെ. പക്ഷെ അവർ നിർബന്ധിച്ചു തന്നു. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്ന് വരും. സഹായം തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പിണറായി സഖാവെ, അങ്ങക്ക് പറയാം കേന്ദ്രത്തിന്റെ സഹായം വേണ്ടെന്ന് തീർത്ത് പറയാം. അതുമാതിരി കേരളം ഭരിക്കുന്ന UDF BJPക്ക് അത് പറയാൻ പറ്റില്ല. BJPയുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് BJP ചെയ്യുന്നത് എന്തോ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഞങ്ങൾക്ക് BJPക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരെന്നതിൽ തൃപ്തിപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നതിൽ തൃപ്തി തന്നെയാണ്. കേന്ദ്രം എന്ത് പറയുന്നു അതനുസരിച്ച് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നടപ്പിലാക്കുകയും ചെയ്യും. നിങ്ങൾ നടപ്പിലാക്കാത്ത കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു വീടിന് 72,000 രൂപ കിട്ടുന്നത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ ഞങ്ങൾക്കാവില്ല. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവാദനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. ഭവന നിർമ്മാണ പദ്ധതി മേടിക്കുന്ന ജനങ്ങൾക്ക് കിട്ടുമ്പോൾ അത് അവകാശമായിട്ട് മേടിക്കുകയാണെങ്കിലേ സാറേ അപമാനം ഉണ്ടാവുന്നുള്ളൂ, അഭിമാനക്കുറവ് ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് ഭിക്ഷയായിട്ടല്ലേ തരുന്ന ഈ UDF സർക്കാരും BJP സർക്കാരും കൂടി. അപ്പോൾ അത് ഭിക്ഷ തരുമ്പോൾ നമുക്ക് അപമാനക്കുറവ് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ദാനം കിട്ടുന്ന നാടിൻ്റെ പല്ല് നോക്കരുത് എന്ന് പണ്ടുള്ള ആളുകൾ പറയും. അതുമാതിരിയാണ് ഇപ്പോൾ 4 ലക്ഷം ഭവനത്തിന് കേരളം പാസ്സാക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ LDF ഭരിക്കുമ്പോൾ 4 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന UDF പറയുന്നു 1 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ 4 ലക്ഷം രൂപ തരുവുള്ളൂ എന്ന്. അങ്ങനെ വരുമ്പോൾ 3 ലക്ഷമല്ലേ ആകുന്നുള്ളൂ. എങ്ങനെയാണ് അത് 4 ലക്ഷം ആകുന്നത്? നമ്മൾ 1 ലക്ഷം കെട്ടിവെച്ചില്ലെങ്കിൽ വീട് വെക്കാനുള്ള 4 ലക്ഷം കിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അവർ തരുന്നത് 1 ലക്ഷം. അപ്പോൾ കേരളത്തിന് ആകെ കൂടി 2 ലക്ഷം രൂപയെ വരുന്നുള്ളൂ അതിൽ വഹിക്കുന്നത്. അതും ഭിക്ഷയായിട്ടല്ലേ തരുന്നത്. ഭിക്ഷ തരുന്ന ആളുകളോട് നമ്മൾ കൈനീട്ടി മേടിക്കുമ്പോൾ ലജ്ജിക്കുകയോ നാണിക്കുകയോ നാണക്കേടോ അപമാനക്കുറവോ ജനത്തിനുണ്ടാകേണ്ട ഒരു കാര്യമില്ല.
ജനത്തിന് നാണക്കേടുണ്ടാകേണ്ട ഒരു കാര്യമില്ല, അപമാനക്കുറവുണ്ടാകേണ്ട ഒരു കാര്യമില്ല എന്നാണ് UDF-ഉം BJP-യും പറയുന്നത്. ശരി തന്നെയല്ലേ? നോക്കുമ്പോൾ ഭിക്ഷയല്ലേ തരുന്നത്, പിന്നെ അങ്ങനെ അഭിമാനക്കുറവുണ്ടാകും. അതുകൊണ്ട് വലിയൊരു എംബ്ലം വെച്ചോട്ടെ എന്ന് തന്നെയാണ് രണ്ട് പാർട്ടികളുടെയും അല്ലെങ്കിൽ രണ്ട് ഭരണാധികാരികളുടെയും ഉത്തരവ്. ജനങ്ങൾക്ക് ഈ വീട് വേണമെങ്കിൽ, ജനത്തിന് ഈ ഭവനം വേണമെങ്കിൽ അവരുടെ മുന്നിൽ വലിയ എംബ്ലം വെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അപമാനം തോന്നുന്നുണ്ടെങ്കിൽ വെച്ചോട്ടെ. അവർക്കൊരു വീട് കിട്ടുമല്ലോ, മഴ നനയാതെ കിടക്കുമല്ലോ, അഭിമാനമല്ലേ പോകുള്ളൂ, മഴ നനയാതെ കിടക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ചില കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഈ നാട്ടിലുണ്ട്. എന്നാലും ഞങ്ങൾക്ക് വീട് വേണം എന്ന് പറയുന്നവർ, അപമാനം സഹിച്ചാലും കുഴപ്പമില്ല, അഭിമാനം പോയാലും കുഴപ്പമില്ല, വീട് വേണം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുണ്ട്. അതായത് BJP-ക്കാർ ഈ നാട്ടിൽ അവർ മേടിക്കാൻ തയ്യാറാണ്. അപ്പോൾ മേടിച്ചോട്ടെ. 10 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരെമ്പളം അവർ വെച്ചോട്ടെ. UDF-ഉം BJP-യും കൂടി കൈകോർത്തുകൊണ്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കട്ടെ. ഇത് LDF സർക്കാരല്ല ഭരിക്കുന്നത്. നിങ്ങളുടെ പണം വേണ്ടെന്ന് പറഞ്ഞ് ഈ 4 ലക്ഷവും ഞങ്ങൾ തരാമെന്ന് പറയാൻ പിണറായി സഖാവല്ല ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഇപ്പൊ ഭരിക്കുന്നത് VD സതീശ മേനോൻ എന്നാണ് ഭരിക്കുന്നത്. അപ്പൊ നരേന്ദ്രമോദിയും VD സതീശ മേനോനും കൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഈ ഭിക്ഷ തരുന്നതിൽ അപമാനം ഏറ്റാലും നിങ്ങൾ ഈ വീടുകൾ വാങ്ങിക്കണം എന്നാണ് സർക്കാർ ഉത്തരവ്. നിങ്ങൾ വേണ്ടവർ ഈ ഭവനങ്ങൾ ഏറ്റുവാങ്ങിക്കുക, അപമാനം താങ്ങിക്കൊണ്ട് ആ വീടുകൾ നിർമ്മിക്കുക. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഇത്തരത്തിലുള്ള അപമാനം സഹിച്ചുകൊണ്ട് വീട് വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. തീരുമാനം ജനങ്ങളുടെ കയ്യിലാണ്.